നമസ്കാരം, സച്ചിൻ ട്രാവൽ ഡയറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളട കുരിശുമലയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ മലയാണ് വില്ലൂന്നി മല. നമ്മുടെ ഈ കുരിശുമല കാളിമല അതിനോട് ചേർന്ന് കിടക്കുന്നൊരു വലിയൊരു മലയാണ്. നമ്മുടെ കുരിശുമലയെക്കാട്ടിലും ഹൈറ്റ് കൂടിയ മല, ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ മല. ഇവിടെ ടോട്ടലി നമ്മുടെ കുനിച്ചുമലയുണ്ട്, കൊണ്ടാട്ടിമലയുണ്ട്, വില്ലൂന്നി മലയുണ്ട്, കുരിശുമലയുണ്ട്, കാളിമലയുണ്ട്. അങ്ങനെ 5 മലകൾ ചേർന്നൊരു മനോഹരമായ സ്ഥലമാണ്. നമ്മുടെ 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്ത് ഈ ഒരു 5 സ്ഥലം നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും മനോഹരമായ ട്രക്കിങ്ങുകളിൽ ഒന്നായിരിക്കും നമ്മുടെ ഈ 5 മലകൾ. അത് ഒരു 5 എക്സ്പീരിയൻസാണ് ഇവിടെ തരുന്നത്. 5 വളരെ വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. ഈ 5 മലകൾ നമ്മൾ കയറുന്നത് ഒരൊറ്റ വഴിയാണ്. ഈ ഒരു വഴി ആണ് ഈ 5 മലയിലേക്ക് കയറിപ്പോകാനുള്ള ഒരു വഴിയെന്ന് പറയുന്നത്. വളരെ മനോഹരമായ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ തന്നെ അഗസ്ത്യ മല ആ ഒരു ട്രക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ട്രക്കിങ് ഇത് തന്നെയാണ്. നമ്മുടെ വില്ലൂന്നി മലയിലേക്ക് കയറുന്ന ഈ ഒരു ട്രക്കിംഗ് അനുഭവമായിരിക്കും. അതെനിക്ക് വളരെ ഉറപ്പാണ്. കാരണം നമ്മുടെ ഇടുക്കി, വയനാടൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ട്രക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാക്സിമം ഈ വണ്ടികൾ നമ്മൾ കൊണ്ടുപോകുന്ന വണ്ടികൾ മാക്സിമം മുകളിലേക്ക്, ഏകദേശം മുകളിലേക്ക് നമുക്ക് ഓടിച്ച് പല മലകൾ നമുക്ക് കയറാൻ സാധിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തുടക്കത്തിൽ കുറച്ച് ദൂരം മാത്രമേ വണ്ടി പോകും. ബാക്കി നമ്മൾ നടന്ന് വേണം, ആ ഒരു എക്സ്പീരിയൻസിൽ നടന്ന് വേണം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി. അപ്പോൾ ഇതിലേക്ക് വരുന്നവർ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ അടുപ്പിച്ച് വരും. തിരുവനന്തപുരത്ത് നിന്ന് നേരെ വെള്ളട കുരിശുമല ആ ഒരു സന്നിധാനം നിങ്ങൾ എത്തിച്ചേരും. അവിടെ നിന്ന് ഒരു 3 കുരിശ് വരെ നമുക്ക് 3-4 കുരിശ് വരെ വണ്ടി ഓടിച്ച് വരാം. അത് കഴിഞ്ഞ് നമ്മൾ നടന്നു വേണം വരാൻ. അപ്പോൾ ഇതിൻ്റെ വഴികളൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളാണ്. നമ്മുടെ കുരിശുമല നമ്മുടെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മുമ്പ് കാണാം. കുരിശുമല, കൊണ്ടോട്ടിമലയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് ഞാൻ കൊണ്ടോട്ടിമല എന്ന് പറഞ്ഞിട്ടുന്നത് ഈ വില്ലൂന്നി മലയുടെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് ഈ കൊണ്ടോട്ടിമലയും വില്ലൂന്നി മലയും ഡിഫറൻ്റ് ആണെന്ന്. അപ്പം ഇതുപോലൊരു 7ാമത്തെ കുരിശൊക്കെ കയറുമ്പോൾ നമുക്കിതുപോലൊരു കാഴ്ചകൾ കാണാം. വളരെ മനോഹരമായ സ്ഥലമാണ്. ഞാൻ ഈ ഒരു ദിവസം ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ളൊരു സമയമാണ്. ഇപ്പം ഉച്ചയ്ക്ക് 2 മണിയായി. ആ ഒരു 2 മണിയിലെ ഒരു ഇതും കാണാൻ സാധിക്കില്ല. കാരണം നല്ല മഴയാണ്. ഈ മൂടൽ മഞ്ഞും. ഇതിൻ്റെ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മല കയറുമ്പം അത്യാവശ്യം നല്ല മഴയും ഈ കോടമഞ്ഞും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ യാത്ര തിരിക്കുന്നത്. നമ്മൾ ഏകദേശം നടന്ന് 7ാമത്തെ കുരിശ് വരെ എത്തി. അപ്പം നല്ല മഴയുള്ളൊരു ദിവസമാണ്. എനിക്ക് തോന്നുന്നു ഈ ട്രക്കിങ്ങിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യേണ്ടത് അത്യാവശ്യം മഴ പെയ്തിട്ടുള്ള സമയമോ അല്ലെങ്കിൽ മഴ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് ഈ ഒരു സ്ഥലത്തിനൊക്കെ ആസ്വദിക്കാൻ സാധിക്കുക. നമുക്ക് ഈ മഞ്ഞൊന്നും കൊള്ളാൻ അങ്ങ് ഇടുക്കിയിലൊന്നും പോകേണ്ട കാര്യമില്ലേ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പൈസയും കൊടുക്കാതെ തന്നെ ഈ ഒരു മനോഹരമായ ട്രക്കിങ് നമുക്ക് ആസ്വദിക്കാം. 1 രൂപ പോലും കൊടുക്കാതെ നമ്മൾ ഒരു 2 പേരൊക്കെ ചേർന്ന് ഈ ട്രക്കിങ് നമുക്ക് തുടങ്ങാം. ഇവിടെ പ്രത്യേകിച്ച് ഗൈഡോ കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ വീഡിയോസ് കണ്ടും പിന്നെ ഇവിടുത്തെ ലോക്കൽ സപ്പോർട്ടൊക്കെ ഉപയോഗിച്ച് വരുന്നവരും പിന്നെ നമ്മുടെ NCC അങ്ങനത്തെ കുറേ സെറ്റപ്പൊക്കെ പിള്ളേരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ട്രക്കിങ് ഇഷ്ടംപോലെ ആൾക്കാരിവിടെ വരുന്നത്. കൂടുതലും ഇതുപോലെ വീഡിയോസൊക്കെ കണ്ടൊക്കെയാണ് ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത്. നമുക്ക് കയറാനുള്ള മലകൾ അങ്ങ് ദൂരെ കിടക്കുകയാണ്. ഫുള്ള് ഈ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു അനുഭവമാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് എത്രമാത്രം ഭംഗിയായിട്ട് കാണിച്ചു തരാൻ സാധിക്കും എന്നെനിക്കറിയത്തില്ല. ഇതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ച് കണ്ടറിയേണ്ട സംഭവങ്ങളാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ട്രക്കിങ്ങുകളിൽ ഒന്ന് തന്നെ ഈ ഒരു വില്ലൂന്നി മലയുടെ ആ ഒരു ട്രക്കിംഗ് പറയണം. നമ്മുടെ ഇപ്പോൾ 8ാമത്തെ കുരിശെത്തി. 8ാമത്തെ കുരിശ് കഴിഞ്ഞാൽ ഫുള്ള് തമിഴ്നാടാണ്. നമ്മുടെ കുരിശുമലയുടെ ഹിസ്റ്ററി നോക്കിയാൽ അറിയാം. ഒരു 8ാമത്തെ കുരിശ് കഴിഞ്ഞാൽ ഫുള്ള് തമിഴ്നാടിൻ്റെ വകയാണ്. അപ്പോൾ കേരള തമിഴ്നാട് ബോർഡർ അവിടെയാണ് ഇപ്പം ഈ നടന്നു പോകുന്നത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിലാണ് ഈ ഒരു മനോഹരമായ കാഴ്ചകളുള്ളത്. തിരുവനന്തപുരത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ ഒരു 5 മല നിങ്ങൾക്ക് കവർ ചെയ്യാം. ഇപ്പം കണ്ടില്ല, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അടിപൊളിയാണ്. നമുക്കിതുപോലൊരു റെയിൻ കോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ 120 രൂപ റെയിൻ കോട്ടിൻ്റെ വിലയുള്ളൂ. അപ്പം നമുക്കിതുപോലെ ട്രക്കിംഗ് ആരംഭിക്കാം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇപ്പോഴും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തവളകൾ
അതൊക്കെ നമുക്ക് ഈ ട്രക്കിങ്ങിലൂടെ കാണാൻ സാധിക്കും. അത് ഈ മഴ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ കുരിശുമലയിലെ പല കടകൾ ആ ഒരു സീസൺ അല്ലാത്ത സമയത്തൊക്കെ നമുക്കിവിടെ കാണാം. കമ്പുകൾ മാത്രമുണ്ട്. കമ്പുകളൊക്കെ കൂട്ടിക്കെട്ടിയാണ് ഇവർ കടകളൊക്കെ ആ സമയത്ത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കയറി പോകുന്ന സ്ഥലങ്ങൾ വളരെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഫുൾ നാച്ചുറലായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ ഈ 8ാമത്തെ കുരിശ് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. ഈ 8ാമത്തെ കുരിശ് കഴിഞ്ഞാലാണ് ഏറ്റവും മനോഹരമായ ഒരു ട്രക്കിങ്ങിൻ്റെ അനുഭവം നമുക്ക് കിട്ടുന്നത്. കാരണം നാച്ചുറലായിട്ടുള്ള ഒരു പാറകളും എന്ന് വെച്ചാൽ ഭൂമി ഉണ്ടാക്കിയ കുറേ സംഭവങ്ങളൊക്കെയാണ്. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്യാവശ്യം കുറച്ച് പടികൾ മാത്രമാണ് ഇവർ കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം കുറേ അഡ്വഞ്ചർ ട്രിപ്പിന് എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ, ട്രക്കിങ്ങിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. പിന്നെ ഇവിടെ വരുന്നവർ മാക്സിമം എന്തെങ്കിലും വെള്ളവും കുറച്ച് സ്നാക്സൊക്കെ കയ്യിൽ കരുതുക. കാരണം ഈ ഒരു 3-3.5 കിലോമീറ്റർ ഇതിനിടയിൽ വേറെ കടകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്വയമായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവരണം. പിന്നെ വരുന്നവരിവിടെ പ്ലാസ്റ്റിക്കും മറ്റ് ബോട്ടിലൊക്കെ വലിച്ചെറിയാതിരിക്കുക. നമ്മൾ കൊണ്ടുവരുന്നത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. എങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ബ്യൂട്ടി നമ്മൾ നഷ്ടപ്പെടും. അപ്പോൾ ആ ട്രക്കിങ്ങിന് അതൊരു ഭയങ്കര തടസ്സമായിട്ട് മാറും. പലർക്കും ഒരു തടസ്സമായിട്ട് മാറും. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 3/4 ഭാഗം അല്ലെങ്കിൽ ഒരു പകുതി എത്തിയെന്ന് വേണം പറയാൻ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചിറ്റാർ ഡാം അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഫുള്ള് കോടമഞ്ഞടിച്ച് ഈ ഒരു താഴ്ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാം. വളരെ മനോഹരമായ സ്ഥലം, അടിപൊളി, ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. നമ്മൾ എവിടെ ക്യാമറ തിരിച്ചാലും അവിടുത്തെ ഫ്രെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ ഏകദേശം 12ാമത്തെ കുരിശെത്തി. ഇതാണ് നമ്മൾ കാളിമലയിലേക്ക് പോകുന്നത്. ആ റൈറ്റ് സൈഡിലൂടെ തിരിഞ്ഞു പോകണം. നമ്മൾ കുരിശുമലയാണെങ്കിൽ നേരെ പോകണം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ എവിടെ നോക്കിയാലും വ്യൂ പോയിൻ്റുകളാണ്. വ്യൂ പോയിൻറ്റിൻ്റെ കളിയാണ്. വ്യൂ പോയിൻ്റ് നമ്മൾ എവിടെ നോക്കിയാലും മലനിരകളും പിന്നെ ഈ ഡാമുകളും എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെന്ന് വേണം പറയാൻ. വളരെ രസമുള്ളൊരു സ്ഥലം. നമ്മളെ ഈ കൂടെയും മഞ്ഞും ഈ മലയും കൂടെ ആകുമ്പോൾ ഒരു രക്ഷയില്ല. നമ്മുടെ ഒരു ലഹരിക്ക് പോലും ഈ ഒരു കിക്ക് തരാൻ സാധിക്കില്ല. അത്രയും വളരെ മനോഹരമായ ഒരു കിക്കാണ് നമുക്ക് യാത്രയിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ വളരെ ആസ്വദിച്ചാണ് നമ്മൾ ഈ ഒരു ട്രക്കിംഗ് നടത്തുന്നത്. പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പം ഇപ്പം ലീവാണ് കുറച്ച് ദിവസം. അങ്ങനെ നമ്മൾ 2ാമത്തെ ട്രക്കിങ്ങാണ് ഇപ്പോൾ നടത്തുന്നത്. വളരെ മനോഹരം. നമ്മൾ എല്ലാ വർഷവും നാട്ടിലുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ട്രക്കിംഗ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇത് നമ്മുടെ കുരിശുമലയിൽ നേരെ പോകുക കുരിശുമലയിൽ പോകും. അപ്പോൾ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വില്ലുന്നിമലയിലേക്കുള്ള വഴിയാണിത്. ഇത് നമ്മൾ ഫസ്റ്റ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി അറിയാം. ഞാനന്ന് കൊണ്ടേട്ടി മലയെന്നാണ് പറഞ്ഞത്. പക്ഷെ അതെനിക്ക് തെറ്റിപ്പോയതാണ്. എനിക്കും കറക്റ്റായിട്ട് ആ കൊണ്ടേട്ടി മലയിൽ പോകേണ്ട വഴി എനിക്കറിയത്തില്ല. അത് ഇനി കണ്ടുപിടിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അന്ന് ഞാൻ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനൊരു വഴിയേ ഇല്ല. ഇങ്ങനെ ഒരു തെളിഞ്ഞു കിടക്കുന്ന ഒരു വഴിയേ ഇല്ല. ഫുള്ള് ഈ പുല്ലുകൾ കൊണ്ട് നിറഞ്ഞ്, എൻ്റെ അത്ര പൊക്കമുള്ള പുല്ലുകൾ കൊണ്ട് നിറഞ്ഞു കിടന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പോഴും ഇഷ്ടം പോലെ ആളുകൾ ഈ ഒരു മല ഓൾറെഡി കവർ ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഒരു വഴിയൊക്കെ നല്ല തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ വഴി കൂടെ നടന്നു പോകാൻ സാധിക്കും. പണ്ടൊക്കെ നമുക്കൊരു കമ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് നടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇഴജന്തുക്കളൊക്കെ നോക്കണം. പിന്നെ നമ്മുടെ ഈ അട്ടകളൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത്. അത് വംശനാശം ഭീഷണി നേരിടുന്ന ഐറ്റങ്ങളൊക്കെ ആയിരിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കാണാനില്ല. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് ഈ ഒരു കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഒരു വഴി ഇങ്ങനെ ഒരു മലയുടെ അടിവാരത്തിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. ഇവിടുന്ന് തൊട്ട് ഒരു 2 കുരിശിൻ്റെ മുകളിലാണ് നമ്മുടെ കുരിശുമല. നമ്മളിവിടെ നോക്കിയാൽ അറിയാം ഈ ഒരു മുകൾ ഭാഗത്താണ് കുരിശുമല. അപ്പോൾ കുരിശുമലയുടെ അടിവാരത്തൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഈ നടന്നു പോയി നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിലേക്കാണ്. ഫുള്ള് ഇപ്പോൾ ഇവിടെ വഴിയൊക്കെ നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇതാണ് ഒരു താഴ്വാരത്തിലേക്കുള്ള ഒരു കാഴ്ചയെന്ന് പറയാം. ഫുള്ള് കോടമഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. നമ്മൾ ഈ ഒരു യാത്ര നമുക്ക് തളർച്ചയൊന്നും വരില്ല. കാരണം നല്ല കോടമഞ്ഞും മഴയും കൂടെ നമ്മൾ ആ ഒരു ഇഷ്ടം കൂടെ ആകുമ്പം, ഇതെങ്ങനെയും കയറണം എന്നുള്ള ഇഷ്ടം കൂടെ ആകുമ്പം നമുക്ക് യാത്ര ചെയ്യാൻ കുറച്ചുകൂടെ ഒരു മോട്ടിവേഷൻ കിട്ടും, കുറച്ചുകൂടി എനർജി കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ആ ഒരു ഇടുക്ക് വഴി കൂടെയൊക്കെ നടന്നു പോകുന്നുള്ള കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ നേരിട്ട് അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം ഞെത്താറാകുമ്പോൾ തന്നെ ഇവിടെ നിന്നൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാം. ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു വഴി കണ്ടു. എനിക്ക് തോന്നുന്നത് എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ആ ഭാഗത്തേക്ക് പോയിട്ടില്ല.
ഇവിടെ നോക്കി കഴിഞ്ഞിട്ട് നോക്കിയില്ലേ, ഫുള്ള് കോടമഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ് ആ ഒരു പ്രകൃതി. എന്ത് ഭംഗിയെന്ന് വേണം പറയാൻ, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ പോയി നല്ല മനോഹരമായിട്ടുള്ളൊരു വഴിയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. നമ്മുടെ മനുഷ്യർ നടക്കുന്ന ഒരു വഴി പോലും ഒരു പുല്ല് പോലും കുരുക്കില്ല. അപ്പോൾ അത് വളരെ കറക്റ്റാണ് കേട്ടോ. മനുഷ്യർ പോയിട്ടുള്ള ഒരു വഴി പോലും ഒരു പുല്ലും തെളിർക്കില്ല. അപ്പം അങ്ങനെ വഴിയൊക്കെ തെളിഞ്ഞ് കിടക്കുകയാണ്. അപ്പം എന്തായാലും ഞാൻ ഈ ഒരു ജസ്റ്റ് ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയത്. അപ്പം ഉണ്ടല്ലേ, ഫുള്ള് കോടമഞ്ഞുകൊണ്ട് ഈ പ്രകൃതി ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഭയങ്കര രസമാണ്. അപ്പോൾ അത് എന്തായാലും തിരിച്ചു കയറി നമ്മൾ ഈ ഒരു വില്ലുന്നി മലയിലേക്ക് പോയാണ്. നമ്മൾ ഏകദേശം ഒരു പകുതിയിൽ കൂടുതലായി, ഒരു 3/4 ഭാഗം എത്താറായി. നമ്മൾ കുരിശുമല ആ ഒരു 12ാമത്തെ കുരിശിൽ നിന്ന് ഇടത്തോട് തിരിഞ്ഞ് കുറേ ഒരു കിലോമീറ്റർ നമ്മൾ നടക്കണം, എങ്കിലേ നമ്മൾ ആ വില്ലുന്നി മലയുടെ ടോപ്പ് ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരൂ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ട്രക്കിങ് എന്ന് വെച്ചാൽ. നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ പോകാം എന്ന് പറഞ്ഞാൽ ഒരു പൈസയും കൊടുക്കാതെ നമ്മുടെ സ്വന്തം റിസ്കിൽ വേണം വരാൻ. നമ്മളിപ്പോൾ ഒരാളെ വീഡിയോ കണ്ട് ഇപ്പം അയാൾ പറഞ്ഞിട്ട് ഈ സ്ഥലത്തേക്ക് വരില്ല. നമ്മൾ എപ്പോഴും ഒരാളെ കൂടെ കരുതുക എന്ന് വെച്ചാൽ. അത്യാവശ്യം ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ് ഈ ട്രക്കിങ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറയും, ഇത് നമ്മൾ ഈ കുരിശുമല, ഇതാണ് ഈ കുരിശുമലയുടെ ഏറ്റവും ടോപ്പ് ഭാഗം എന്ന് പറയാം. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലിക്കൽ കല്ലൊക്കെ ഇരിക്കുന്നത് പോലെ ഇരിക്കും. വളരെ മനോഹരമായ കാഴ്ച. ഫുള്ള് ഈ കോടമഞ്ഞുകൊണ്ട് ഇതിനെ മൂടിയിരിക്കുകയാണ്. എത്ര സുന്ദരമായ കാഴ്ച. ഇതൊക്കെ നമ്മൾ കാണാതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വെള്ളടയിൽ തന്നെ, ഈ തിരുവനന്തപുരത്ത് തന്നെ ഈ സ്ഥലങ്ങൾ കണ്ടില്ലെങ്കിൽ വളരെ നഷ്ടമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ഈ സ്ഥലങ്ങൾ കാണാതെ വീട്ടിലേക്ക് ഇരിക്കുന്നവരുണ്ട്. ഇടുക്കിയിലും മൂന്നാറിലൊക്കെ പോകുന്നവരുണ്ട്. അവരെന്തായാലും ഈ സ്ഥലങ്ങളൊക്കെ വന്ന് ആദ്യം കവർ ചെയ്യുക, അതെനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു പൈസയും കൊടുക്കാതെ അത്യാവശ്യം കേരളത്തിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന ട്രക്കിങ്ങുകളിൽ ഒന്നാണ് നമ്മുടെ ഈ വില്ലുന്നി മല, കുരിശുമല, കാളിമല, കുരിച്ചുമല, കൊണ്ടാട്ടിമല. ഇത്രയും മലകൾ നിങ്ങൾ കയറിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കുക. അത്രയ്ക്കും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത്. മാക്സിമം നിങ്ങൾ മഴക്കാലത്ത് വരാൻ ശ്രദ്ധിക്കുക. ഇത് അത്യാവശ്യം ഡേഞ്ചർ കൂടി സ്ഥലമാണ്, എന്നാലും മഴക്കാലത്ത് വരുമ്പോഴാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നത്. കണ്ടില്ലേ, ഫുള്ള് കോടമഞ്ഞുകൊണ്ട് മൂടി ആ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ രണ്ടും കൂടെ ഇങ്ങനെ വിരിച്ചിട്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു കാറ്റ് വന്ന് നമ്മളങ്ങനെ തലവിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അടിപൊളിയാണ് ആ ഒരു കോടമഞ്ഞിൻ്റെ ഒരു ഭംഗിയും ആ ഒരു പ്രകൃതി നമ്മുടെ ആ ഒരു നാച്ചുറലായിട്ട് നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഭംഗിയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് എവിടെ നിന്ന് ഈ വില്ലുന്നി മലയിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ എവിടെ നോക്കിയാലും വ്യൂ പോയിൻറ്റുകളാണ്. വ്യൂ പോയിൻറ്റിൻ്റെ കളിയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും വ്യൂ പോയിൻറ്റുകളുള്ള വേറെ ടൂറിസം പ്ലേസ് ഇല്ലെന്ന് വേണം പറയാം. അത്രയും വളരെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റ് കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ആ ഒരു പ്രകൃതിയിലെ ആ ഒരു അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലങ്ങളോടെയാണ് ഈ വില്ലുന്നി മല. നമ്മളെപ്പോഴും കൂടെ ഒരാളെ കരുതുക. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എടുക്കാനും പിന്നെ നമുക്ക് ഈ ഒരു പ്രകൃതിയുടെ ഭംഗി എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്കെപ്പോഴും സംസാരിക്കാനും എപ്പോഴും ഒരാളെ കൂടെ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വരിക വളരെ രസമായിരിക്കും. നമ്മൾ ഇടുക്കിയിലൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ അമ്പൂരിയിൽ, നമ്മുടെ വെള്ളടയിൽ തന്നെ തൊട്ടടുത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം ആദ്യം കവർ ചെയ്യുക, എന്നിട്ട് ദൂരോട്ട് പോവുക. ആദ്യമൊക്കെ നമ്മുടെ സ്വന്തം നാടിനെ കവർ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ ഒരു യാത്ര വളരെ മനോഹരമായിരിക്കും. കാരണം വില്ലുന്നി മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി മുകളിലേക്കാണ് ഈ ഒരു മലയുടെ ടോപ്പ് ഭാഗം വരുന്നത്. നമ്മൾ 4000 അടി മുകളിലേക്കാണ് നടന്നു കയറി പോകുന്നത്. കുരിശുമല തന്നെ 3500 ഉണ്ട്. അപ്പം ഇത് കുരിശുമലയെക്കാട്ടിലും ഉയർന്നൊരു മലയാണ്. അപ്പം അപ്പം അത്രയും വളരെ മനോഹരമായിരിക്കും. അത്രയും 4000 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയൊന്നുമല്ല. ഭയങ്കര ട്രക്കിങ്ങിൻ്റെ വളരെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം. ഈ ട്രക്കിങ്ങിൽ ഇപ്പം വില്ലുന്നി മലയിൽ നമ്മൾ കയറുമ്പം ഒരു 3/4 ഭാഗം എത്തുമ്പം ഇതുപോലൊരു സ്ഥലം വരും. നമ്മൾ ഈ പാറയുടെ മുകളിൽ കൂടെ കയറി വേണം ഇനി അടുത്ത് പോകാൻ വേണ്ടി. അപ്പോൾ ഇതിനു മുമ്പേ പണ്ടൊക്കെ നമ്മൾ വന്നപ്പോൾ ഇവിടെ കയറുന്നില്ലായിരുന്നു. ഇപ്പോഴും ഇഷ്ടംപോലെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരോ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് ഒരു മുകളിലൊരു മരത്തിൽ. അപ്പോൾ അതിൽ പിടിച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ പാറയുടെ മുകളിലൂടെ കയറി പോകാൻ സാധിക്കും. ഇപ്പം മഴ ആയതുകൊണ്ടാണ് കുറച്ച് കയറാൻ പാട്. നമ്മൾ വെയിലത്ത് വരെയാണെങ്കിൽ നമുക്ക് ഇത്ര പാടൊന്നും അനുഭവപ്പെടില്ല. അപ്പോൾ ആരോ ഇതുപോലെ ഒരു മരം അവിടെ നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ മൂട്ടിലൊരു കയറിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിഞ്ഞ് പിടിച്ച് നമുക്ക് കയറാം. അപ്പോൾ അത് കുറച്ച് ഈസി ആയിരിക്കും. പിന്നെ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് കുറച്ച് പാടായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ 1-2 ആൾക്കാർ വരുമ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിച്ച് കയറാൻ സാധിക്കും. പിന്നെ പെൺകുട്ടികൾ വരുമ്പം കുറച്ച് റിസ്ക് ആയിരിക്കും. അവരെങ്ങനെയും കൂടെ നിൽക്കുന്നവരൊക്കെ പിടിച്ച് കയറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ കയറിട്ട്
ഇതുപോലെ നമുക്ക് മുകളിലേക്ക് വലിഞ്ഞു കയറാൻ സാധിക്കും. അപ്പോൾ ഈ വില്ലുന്നി മല എത്ര മനോഹരമായ ട്രക്കിംഗ് എന്ന് നമുക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗം മാത്രമാണ് വില്ലുന്നി മലയിൽ കുറച്ച് കഠിനമായിട്ടുള്ളൊരു ഭാഗം. എന്ന് വെച്ചാൽ ഈ ഒരു പാറയുടെ മുകളിലൂടെ കയറി നമ്മൾ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനൊരു പാറയിലാണ് കയറി വരുന്നത്. ഈ പാറയിൽ നമ്മൾ കയറി വന്നിട്ട് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അത്ഭുതപ്പെടുത്തും. കാരണം നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എടുത്തു പറയാൻ സാധിക്കില്ല. നമുക്ക് അനുഭവിച്ച് തന്നെ അറിയണം. നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ, ഫുള്ള് കോട മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. അടിപൊളി. ആ ചിറ്റാർ ഡാമും നമ്മുടെ ആ കുരിശുമലയുടെ ഭാഗവും പിന്നെ നമ്മൾ നേര ഡാമിൻ്റെ ഭാഗം നമുക്ക് ദൂരെ ഈ സൈഡൊക്കെ ഫുള്ള് കോടമഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് നേര ഡാമിൻ്റെ ഭാഗങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ഫുള്ള് നമ്മൾ ഈ കോടമഞ്ഞ് നമ്മൾ അടുത്ത് പോകുമ്പോഴാണ് ഈ സ്ഥലങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നത്, സ്ഥലങ്ങളും ഈ വഴികളൊക്കെ തെളിഞ്ഞു വരുന്നത്. അല്ലാതെ ഫുള്ള് ഈ കോടമഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു അനുഭവമാണ്. എത്ര പറഞ്ഞറിയിച്ചാലും ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്തായാലും ഈ ട്രക്കിങ്ങിനൊക്കെ വരുമ്പോഴേ മനസ്സിലാവും. അപ്പം എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ കുറേ ആൾക്കാരെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ ഒരു സ്ഥലങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് പാറയുടെ മുകളിൽ ഒരു പരന്ന് കിടക്കുന്ന ഒരു പാറയുടെ മുകളിൽ കൂടെ കയറി വേണം നമ്മൾ ആ ഒരു വില്ലൂന്നി മലയുടെ മുകളിലേക്ക് പോകാൻ വേണ്ടി. നമ്മളിവിടെ നോക്കിയാൽ അറിയാം, കൊണ്ടകെട്ടി മല നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുനിച്ചിമല കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം സമയമുണ്ടെങ്കിൽ ഈ ഒരു 5 മല നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കുനിച്ചിമല തൊട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ കാളിമല കയറണം. കാളിമല കയറി കഴിഞ്ഞാൽ നമുക്കടുത്ത് കുരിശുമലയിൽ പോവാം. കുരിശുമല പോയി കഴിഞ്ഞാൽ നമുക്കടുത്ത് വില്ലൂന്നി മല വരാം. വില്ലൂന്നി മലയിൽ നിന്ന് നേരെ ഇറങ്ങി കൊണ്ടകെട്ടിയിലോട്ട് വരാം. കൊണ്ടകെട്ടിയിൽ നേരെ കൂനിച്ചിമലയിട്ട് വരാം. കൂനിച്ചിമലയിൽ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. അതാണ് ഇതിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഈ 5 മലകളും നിങ്ങൾക്ക് 5 വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും തരുന്നത്. ഇവിടെ ഈ 5 ട്രക്കിങ് നമ്മൾ നടത്തണം. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് സന്ദർശിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഭംഗി. കാരണം ഈ മൂടൽ മഞ്ഞും ഒരു പ്രകൃതി ഒരു ഫ്രഷായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് നമ്മൾ സഞ്ചരിക്കാൻ. കുറച്ച് റിസ്ക്കാണ്, എന്നിരുന്നാലും വളരെ ഭംഗിയായിരുന്നുള്ള യാത്രയായിരിക്കും. നമ്മൾ നടന്നു കണ്ടില്ലേ, ആ ഒരു കുനിച്ചിമലയും കൊണ്ടകെട്ടിമലയും വില്ലൂന്നി മലയാണ് ഇപ്പം എൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്നത്. അതിങ്ങനെ കോടമഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ മുകളിലേക്ക് പോകണം. നമ്മളിങ്ങനെ വരാൻ വേണ്ടി ഇങ്ങനെ വിളിക്കുകയാണ്. ആ ഒരു പ്രകൃതി നമ്മളെ അത്ഭുതം ഇങ്ങനെ വിളിക്കുകയാണ്, നമ്മളിങ്ങനെ ഓടി വാന്ന്. അപ്പോൾ അത്രയും നമ്മളൊരു ക്ഷണിക്കുകയാണ്. ആ ഒരു മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടി ആ ഒരു ഭംഗി ഇങ്ങനെ കാണിച്ച് തന്ന് നമ്മളങ്ങനെ ക്ഷണിക്കുകയാണ്. കുറേ കൂടെ സന്തോഷമായി. കാരണം നല്ലൊരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. എനിക്ക് എടുത്തു പറയേണ്ടത് ഈ മഴ ആയതുകൊണ്ടായിരിക്കും ഈ സ്ഥലത്തിന് ഏറ്റവും ഭംഗി. ഞാൻ ഫസ്റ്റ് അവിടെ വന്നപ്പോഴും മഴ സമയത്താണ് ഞാൻ ഈ സ്ഥലത്ത് വന്നത്. അന്നും ഇതുപോലെ മൂടൽ മഞ്ഞുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തി. ഇന്നും ഞാനൊരു മഴ സമയമാണ് ചൂസ് ചെയ്തത്. അതും അടിപൊളി, ഒരു രക്ഷയില്ല. ഇതിൻ്റെ നമുക്കെവിടെ നോക്കിയാൽ ഈ ഒരു താഴ്ഭാഗത്തുള്ള ഒരു പ്രകൃതി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം ഈ മഞ്ഞ് കൊണ്ടിങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഒരു കാരണവശാലും ഒന്നും കാണാൻ സാധിക്കില്ല. ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു മഞ്ഞിങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ഒരു താഴ്ഭാഗങ്ങളും അപ്പുറത്തെ മലകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മഞ്ഞുകൊണ്ട് മൂടും. ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുതം എന്ന് വേണം പറയാം. പിന്നെ നമ്മൾ പോകുമ്പം ഇതുപോലെ ഷൂസൊക്കെ ഇട്ട് വേണം പോകാം. നമ്മൾ കുറച്ച് ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിക്ക് നമ്മളിതുപോലെ ഷൂസും പിന്നെ ഒരു പാൻ്റൊക്കെ ഇട്ട് വേണം പോകാൻ. ഞാൻ ബർമുഡ ഇട്ടിരിക്കുന്നത്. പാൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു സേഫ്റ്റി ആയിരിക്കും. ജീൻസ് പാൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ്റ്റി ആയിരിക്കും. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ബർമുഡ യൂസ് ചെയ്തത്. പിന്നെ ഇതേപോലൊരു മഴ സമയത്തൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലൊരു നമ്മുടെ ജാക്കറ്റ്, നമ്മുടെ റെയിൻ കോട്ട് വാങ്ങുക. വെറും 100-120 രൂപയുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ മാക്സിമം യാത്ര ചെയ്യാൻ നോക്കുക. കാരണം ഇത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ഇത് ഇട്ട് നമ്മുടെ മഴയും നനയില്ല, അത്യാവശ്യം മഴ നനയില്ല, ചെറുതായിട്ടൊക്കെ നനയും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഇതിൻ്റെ കുറച്ച് ഹീറ്റും കൂടെ ആകുമ്പം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും നിൽക്കും. അപ്പോൾ നമുക്ക് വലുതായിട്ട് തണുപ്പ് അനുഭവപ്പെടില്ല. അതെനിക്ക് എടുത്തു പറയേണ്ട സംഭവമാണ്. എന്നാലും അടിപൊളി. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള വെറുതായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഏകദേശം ഈ മലയുടെ തൊട്ടടുത്തെത്തി. നമുക്കിനി കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ ഈ ഒരു മലയുടെ മുകൾ ഭാഗത്തേക്ക് പോവാം. ഇത് മല ഇങ്ങനെ അടുക്കും തോറും ഇതിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി വരികയാണ്. ഈ മഞ്ഞിങ്ങനെ കൂടി വരികയാണ്. മൂടൽ മഞ്ഞിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ച് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലാകണം.
എന്തായാലും അടിപൊളി. പിന്നെ ഇതിൻ്റെ നമ്മുടെ പുൽമേടുകളും പിന്നെ ഇഷ്ടംപോലെ പൂക്കൾ, പല പല പൂക്കളൊക്കെ നമുക്ക് കാണാം. ആ മൂന്നാറിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്ന പല പൂക്കളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തി. ഈ വില്ലുന്നി മലയ്ക്ക് ഈ വില്ലുന്നി മല എന്ന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഗോത്രവർഗ്ഗക്കാർ ഈ ഒരു മല അമ്പും വില്ലും കൊണ്ടും അവരിതിൻ്റെ മുകളിൽ നിന്നാണ് ഈ ഒരു സ്ഥലത്തിനെ മൊത്തം വീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ വേട്ടയാടാനും പിന്നെ ശത്രുക്കളെ വീക്ഷിക്കുന്നത് മൊത്തവും ഇതിൻ്റെ മുകളിൽ നിന്നാണ്. ഈ കുരിശുമല ആ ടോപ്പിൽ നിന്ന് നമ്മുടെ വില്ലുന്നി മല അപ്പോൾ ഒരു വില്ലിൻ്റെ മോഡൽ ഇങ്ങനെ വളഞ്ഞാണ് വരുന്നത്. കാരണം നമ്മുടെ കുരിശുമലയിൽ നിന്ന് ഈ വില്ലുന്നി മല ഇങ്ങനെ നീണ്ട് നിവർന്ന് ഇങ്ങനെ ഒരു ചന്ദ്രക്കല മോഡലിലാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പൊക്കമുണ്ട് നമ്മുടെ ഈ കുരിശുമലയിൽ നിന്ന് വില്ലുന്നി മല. അപ്പം ഇതിൻ്റെ ഇടഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചന്ദ്രക്കല പോലെയാണ്, ഒരു വില്ലിൻ്റെ മോഡലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വില്ലുന്നി മല ഇവിടെ പേര് വരാൻ കാരണം. പിന്നെ കുറേ ആൾക്കാർ പറയുന്നു ഈ നമ്മുടെ പറക്കുന്ന പാമ്പുണ്ടല്ലോ, നമ്മുടെ കൊമ്പേറി എന്നൊക്കെ പറയും, വില്ലുന്നി പാമ്പെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പേര് വന്നതെന്നും പറയുന്നു. അപ്പം പണ്ട് ഈ ഗോത്രവർഗ്ഗക്കാർ ഈ ഒരു സ്ഥലത്തിനെ വേട്ടയാടാനും അവരുടെ ശത്രുക്കളിൽ നിന്ന് നിരീക്ഷിക്കാനും, എവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴ്വാരങ്ങൾ ഫുള്ള് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ അവരിൽ നിന്നൊരു രക്ഷ നേടാൻ വേണ്ടി, അവരെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മല അവർ ചൂസ് ചെയ്തത്. അതാണ് ഈ ഒരു വില്ലുന്നി മല എന്ന് പേര് വരാൻ കാരണം. എന്തായാലും ഇതിൻ്റെ നമ്മൾ ടോപ്പ് ഭാഗത്ത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, അടിപൊളി. ഒരു 360 ഡിഗ്രി വ്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് കൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കണേ. അപ്പോഴത്തെ ഒരു കൊണ്ടകട്ടി, അപ്പുറത്തൊരു മലയും ഒരു താഴ്വാരം ഒന്നും ഇതിൽ കൂടെ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ കയറി വന്ന വഴികൾ പോലും കാണാൻ സാധിക്കില്ല, അത്രയും മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൊണ്ടായിട്ട് മല നിൽക്കുകയാണ്, പക്ഷേ എനിക്കത് കാണാൻ സാധിക്കുന്നില്ല, അത്രയ്ക്ക് മഞ്ഞ് കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. എത്ര മനോഹരമായ ഒരു കാഴ്ച എന്നാണ് പറയാം, അടിപൊളി. ഇതൊക്കെ ആ ഒരു സമയത്ത് എൻ്റെ പൊന്നി ഒരു രക്ഷയില്ല, അടിപൊളി. എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ വന്ന സമയം ഏറ്റവും മനോഹരമായ സമയമായിരുന്നു. അടിപൊളി എന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മൾ ഈ മലയുടെ മുകളിൽ വെച്ച് കുടിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് കട്ടൻ തേയില ഇട്ടുകൊണ്ട് വന്നു. പിന്നെ അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ്. കാരണം ഈ ഒരു തണുപ്പിൽ ഈ ഒരു ചൂട് തേയില കുടിക്കുന്നുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ ഒരു ലഹരിക്കും ഈ ഒരു കിക്ക് തരാൻ സാധിക്കില്ല. അത്രയ്ക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു കിക്കാണ് നമ്മുടെ ഈ കട്ടൻ തേയിലയും അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കുന്ന സ്നാക്സ്. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സംഭവം. നമ്മൾ ഈ ഒരു യാത്ര ഇങ്ങനെ പൂർത്തിയാക്കി ഇങ്ങനെ ആ ഒരു എൻഡ് ഭാഗത്ത് വരുമ്പം കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം നമുക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഈ ഒരു മലയിൽ കയറി വരാൻ വേണ്ടി. കുറച്ച് ദൂരം നടക്കണം, ഒരു 4 കിലോമീറ്ററൊക്കെ നമ്മൾ നടക്കണം, 4-4.5 കിലോമീറ്റർ നടക്കണം. നടന്ന് നമ്മൾ ഈ ഒരു ഇത്രയും മനോഹരമായ കാഴ്ചകളെ കണ്ട് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് വരുമ്പം നമുക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്കും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ അവിടെ ഒരു കട്ടനായി കുടിച്ച് കുറച്ച് റിലാക്സൊക്കെ ചെയ്യുമ്പം കിട്ടുന്നൊരു അനുഭവം അതും പറയാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെ വീട്ടിൽ നിന്ന് ഫ്ലാസ്കിൽ കട്ടൻ തേയില ഇട്ട് തന്നെ കൊണ്ടുപോകണം. കാരണം നമുക്ക് ഇതുപോലെ മഴ സമയം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു യാത്രയുടെ ഫുള്ള് ഒരു അത്രയും മനോഹാരിത നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചൂട് തേയിലയെ കുടിക്കുമ്പോഴുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പം മാക്സിമം കട്ടൻ തേയില കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെ തന്നെ ചൂസ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ നിന്ന് മനോഹരമായ വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ കുരിശുമല സീസണൊക്കെ നമ്മൾ മാർച്ച് സമയത്താണ് വരുന്നത്. ആ ഒരു സമയത്തൊക്കെ നല്ല ആൾത്തിരക്കുണ്ടാകാൻ പോകുന്ന സ്ഥലം കൂടെയാണ് നമ്മുടെ വില്ലുന്നി മല, കൊണ്ടോട്ടിമല, കാളിമല, കുരിശുമല, നമ്മുടെ കുനിച്ചുമല. അപ്പം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ട്രക്കിങ്ങിൽ ഒരെണ്ണം നമ്മുടെ ഈ ഭാഗത്താണ്. നമ്മുടെ തിരുവനന്തപുരത്താണ് ഏറ്റവും വലിയ ട്രക്കിംഗ് ഉള്ളതും അഗസ്ത്യമല. അത് നമ്മളെ ട്രക്കിംഗ് അറിയാം, ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്നൊരു യാത്രയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം അത് ഈ ഒരു 5 സ്ഥലമാണ്. അതും നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ്, നമ്മളെ അഗസ്ത്യമലയുടെ തൊട്ടടുത്ത് തന്നെ. നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാൽ അഗസ്ത്യമലയെ കാണാം, പക്ഷേ ഇപ്പം ഫുള്ള് മഞ്ഞുകൊണ്ട് മൂടി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്യാമറയിൽ അത് കാണിച്ചു തരാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളെന്തായാലും ഈ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒരു ദിവസം വരിക, ഈ ഒരു സ്ഥലമൊക്കെ ആസ്വദിക്കുക. നമ്മുടെ
ഒരു പൈസ ചിലവില്ലാതെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. വളരെ മനോഹരം. നമ്മുടെ എല്ലാവരും കുരിശുമല സീസണൊക്കെ ആകുമ്പോൾ കുരിശുമലയ്ക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ സ്ഥലങ്ങളൊന്നും ആരും കവർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ആ കുരിശുമലയ്ക്ക് പോകുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുക. വളരെ വളരെ അടിപൊളി അനുഭവങ്ങളായിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത കുറച്ച് യാത്രകളായിരിക്കും സമ്മാനിക്കുന്നത്. മാക്സിമം നമ്മൾ മഴ സമയം തന്നെ ചൂസ് ചെയ്യുക, അത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ, ഈവനിങ് അല്ല, ഒരു 2 മണി 3 മണി സമയത്തൊക്കെ നമ്മൾ വരാൻ ശ്രമിക്കുക. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഈ ഒരു മഞ്ഞ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കൊണ്ടകെട്ടി മല എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് കൊണ്ടകെട്ടി മല. ഇത് നമ്മുടെ ചിറ്റാർ ഡാം, നമ്മുടെ വന്ന വഴികൾ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. എത്ര മനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ സ്ഥലം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊണ്ടകെട്ടി മല. ഈ മലയിൽ കയറേണ്ട വഴി എനിക്കറിയത്തില്ല, എനിക്ക് കണ്ടുപിടിക്കണം. ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ ചാനലിൽ ഇത് നമ്മുടെ വഴി നോക്കി അറിയാം. ആരൊക്കെ നടന്നു പോയൊരു വഴി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഏത് വഴിയാണ് വരാനത് എനിക്കറിയത്തില്ല. അപ്പം ഈ വീഡിയോസ് കാണുന്നവർ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ഷെയർ ചെയ്യുക. നമുക്ക് ഒരു ദിവസം ഈ ഒരു മല കവർ ചെയ്യാൻ ഞാനും വരുന്നതായിരിക്കും. നമ്മൾ എന്തായാലും യൂട്യൂബ് ചാനൽ നമുക്ക് കാണിക്കാം ഈ ഒരു വീഡിയോസൂടെ. എന്തായാലും വളരെ മനോഹരം. ഇതിൻ്റെ മുകളിലെത്തിയിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ സാധിക്കില്ല. ആ ഒരു കാഴ്ചയും ആ ഒരു എക്സ്പീരിയൻസും എടുത്തു പറയേണ്ട സംഭവമാണ്. കൂടെ കട്ടനും ആ ഒരു കോടമഞ്ഞും ഒരു രക്ഷയില്ല. അതിങ്ങനെ പോകുന്നുണ്ടല്ലേ, അടിപൊളി. നമ്മളെ മേഘങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങി പോകുന്നത് പോലെയാണ് ഈ ഒരു കോടമഞ്ഞ് നമ്മളെ സ്വീകരിക്കുന്നതും ആ ഒരു തലയോടലും. അടിപൊളി എന്ന് എടുത്തു പറയേണ്ട സംഭവമാണ്. എന്തായാലും നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയിലും അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു ഞാൻ തിരിച്ചിറങ്ങിയ സമയത്ത് അവിടെ കുറച്ച് കുട്ടികൾ വന്നു. അവർ കൊല്ലം ആ ഭാഗത്തുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് വരെ ആൾക്കാർ നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്നുണ്ട്. അപ്പം മാക്സിമം തിരുവനന്തപുരത്തുള്ളവർ എന്തായാലും ഈ സ്ഥലം കണ്ടില്ലെങ്കിൽ വളരെ നഷ്ടമാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഈ സ്ഥലത്തേക്ക് വരിക. അപ്പോൾ ഇതാണ് ഒരു കുരിശുമല ഭാഗം നമ്മൾ വന്ന വഴി. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത യാത്രയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയ്ക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ ചാനൽ ഇനിയും മനോഹരമായ വീഡിയോസ് ഇട്ട് വരും. ഇനി നമ്മളെ ചാനലിൽ ബാക്കി എല്ലാ മലകളും കാണിച്ചിട്ടുണ്ട്. ആ കൊണ്ടകെട്ടി മല മാത്രമാണ് ഇനി കാണിക്കാൻ ഉള്ളത്. അതെന്തായാലും ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയ്ക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്തുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.